ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാരലൽ പാൻസ് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു, അത് എല്ലാവരും ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ, അതായത് ആംഗിൾ ഭാഗമാണ്. അപ്പോൾ ഈ ആംഗിൾ ഭാഗത്ത് നമ്മൾ താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത 1.5 ഇഞ്ച് അത് നമ്മളൊന്ന് ഈ പീസെല്ലാം ഒന്നിച്ച് പിടിച്ചിട്ട് ഒരു കട്ട് കൊടുക്കുക. കാരണം നമ്മൾ 1.5 ഇഞ്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് 2 കാലും, ഇതിപ്പോൾ നമ്മൾ പ്ലെയിൻ തുണിയായതുകൊണ്ട് നമുക്ക് പിന്നെ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിപ്പം അകവും പുറവും വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ മറ്റ് ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഏതാണ് പിന്നെ നല്ല വശം ഏതാണ് മോശം വശം എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് 2 കാലും വേറെ വേറെ ആക്കി വെക്കാം. അതിന് ശേഷം നമ്മൾ നമ്മൾ മാർക്ക് ചെയ്ത ഈ 1.5 ഇഞ്ച് കറക്റ്റ് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് അപ്പം ഞാൻ കൈയിൻ്റെ അതായത് ടോപ്പിൻ്റെ കൈയിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഇങ്ങനെ നിൽക്കുള്ളൂ. നമ്മളിങ്ങനെ മടക്കുമ്പോൾ അത് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യുന്ന ഭാഗമാണല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ അതിനെ നമ്മൾ ഇങ്ങനെ ശരിയാക്കാനൊന്നും പോകണ്ട. ഇങ്ങനെ ശരിയാക്കാൻ പോയാൽ ഇതിൻ്റെ തെറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതായത് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇനി ഇങ്ങനെ മടക്കിയതിന് ശേഷമായിരിക്കണം ഇതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം 1.5 ഇഞ്ച് കറക്റ്റ് മടക്കുക. അതിന് ശേഷം അറ്റത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കി കൊടുക്കുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒപ്പിച്ച് വെക്കാൻ നോക്കണ്ട, അങ്ങനെ വെച്ചാൽ ശരിയാവില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ കമൻസിൽ ഒരാൾ ഈ നൂല് കട്ട പിടിക്കുന്നതിനെ പറ്റി സംശയം ചോദിച്ചപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ വിട്ടുപോയ ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ നൂല് കട്ട പിടിക്കാനുള്ള ഒരു കാരണം ഇവിടെയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടിയത്തെ നൂലൊക്കെ എടുത്ത്, അതായത് ഈ സൂചി ഒന്ന് താഴോട്ട് കറക്കിയിട്ട് അടിയത്തെ നൂലെടുത്ത് എന്നിട്ട് ഈ 2 നൂലും കൂടി ഇങ്ങനെ ബാക്കിലോട്ട് വെച്ച് കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി വെച്ചതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ കാലുകൊണ്ട് ചവിട്ടരുത്. ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഈ ഫൂട്ടർ താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനോണ്ട് ഒന്ന് കൈകൊണ്ട് കറക്കിയിട്ട് ഈ സൂചി ഒന്ന് താഴേക്കാക്കി കൊടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ കാലുകൊണ്ട് ചവിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഈ 1.5 ഇഞ്ച് മടക്കിയത് കറക്റ്റ് വെച്ച്, ഇത് നിങ്ങൾക്ക് ഫസ്റ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിക്ക് നിന്നോളൂ. അത് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഒന്നും വളയാതെ നല്ല വൃത്തിയിൽ തന്നെ അടിക്കാൻ പറ്റും. ഇനി ഇത് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ അരികിലൂടെ ഒറ്റ അടി അടിക്കാം. ഇനി ഈ അറ്റത്തുമ്പോൾ അതേപോലെ ആയിരിക്കും, ഇങ്ങനെ ഒപ്പമായിരിക്കില്ല. ഇത് കുറച്ച് ഇങ്ങനെ കോണായിട്ടായിരിക്കും നിൽക്കൽ. കാരണം ഈ നേരത്തെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞ പോലെ തന്നെ. കാരണം അങ്ങനെയാണ് നമ്മളെ ഈ കാലിൻ്റെ ഭാഗം ചെരിച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒപ്പിക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ തന്നെ കറക്റ്റ് മടക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കാലും അടിച്ചു വെക്കുക. അപ്പം ഈ 2 കാലും ഇപ്പം അതിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ചു. ഇനിയിപ്പോൾ ഇത് രണ്ടും ഈ നല്ല വശം അകത്തായിട്ട് മടക്കുക, 2ആയിട്ട് മടക്കുക. അതിന് ശേഷം നമുക്ക് കാലിൻ്റെ ആംഗിളിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം മുതൽ അടിക്കാൻ തുടങ്ങണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നൂല് ബാക്കിലോട്ട് ഇടുക, സൂചി ഒന്ന് താഴേക്ക് കൊടുക്കുക. അപ്പോൾ ഇനി അഥവാ അങ്ങനെ ചിലപ്പോൾ ഓർക്കാതെ നമ്മൾ പെട്ടെന്ന് അടിച്ചു പോയി, അപ്പോൾ നൂല് കട്ട പിടിച്ച് അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും അയച്ചെടുത്ത് ബോബിനൊക്കെ അയച്ച് അതൊക്കെ അതിലുള്ള കുടുങ്ങിയ നൂലിൻ്റെ പീസുകളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ വീണ്ടും അടിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ വീണ്ടും അടിക്കുന്നതിനനുസരിച്ച് അത് കട്ട പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അടിക്കാൻ തുടങ്ങണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് അടിക്കാൻ തുടങ്ങാം.
അപ്പോൾ ഈ കാലിൻ്റെ സൈഡാണ് ഇനിയിപ്പോൾ നമുക്ക് അടിക്കാനുള്ളത്, രണ്ട് കാലിൻ്റെയും സൈഡ് ഭാഗം. അപ്പോൾ അതിന് നമ്മളിങ്ങനെ നല്ല വശം അകത്താക്കി മടക്കി വെച്ച് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആംഗിൾ വിഡ്ത്ത് നമുക്ക് എത്ര ആവശ്യമുള്ളത് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇത് ചെരിഞ്ഞിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്, അതേ ചെരുവിൽ തന്നെ അടിച്ചു വരണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ ആദ്യത്തെ ഒരു 2-3 അടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട്, ഞാൻ ടോപ്പിൻ്റെ കാര്യം അടിക്കുമ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെ ഫുള്ളായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. വരച്ച് കൊടുത്തിട്ട് അടിച്ചാൽ മതി. ഒരു 2-3 പ്രാവശ്യം അടിച്ചതിന് ശേഷം 2-3 പീസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയാണ് അടിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ 1-2 എണ്ണം അടിക്കുമ്പോൾ വരച്ചിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഈ അറ്റത്തൊക്കെ ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട് ലോക്ക് ചെയ്തിട്ടായിരിക്കണം അടിക്കുന്നത്. അപ്പോൾ ഒരു പകുതി വരെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ കുറച്ച് കൊണ്ടുവരണം. നമ്മൾ തുടങ്ങിയടുത്തുള്ള അത്ര വിടുത്തിൽ അടിക്കാൻ പാടില്ല. കുറച്ച് അടിച്ച് ലാസ്റ്റ് ഈ കേവ് വരെയാണ് നമുക്ക് അടിച്ചു വരേണ്ടത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് വീതിയിൽ മാത്രമേ അടി വരാൻ പാടുള്ളൂ. കാരണം നമ്മൾ തുടങ്ങുന്നത് 1 ഇഞ്ചിലാണ്, പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വന്നിട്ട് 1/2 ഇഞ്ചിലേക്ക് എത്തണം. അതുപോലെ ഞാൻ പറയാനുള്ള വേറൊരു കാര്യം, ഇപ്പോൾ നൂല് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല സെയിം കളർ തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നൂലിൻ്റെ കളർ വ്യത്യാസം ശരിക്കും ഫിനിഷിങ്ങിനെ നന്നായിട്ട് ബാധിക്കും. അപ്പം നമുക്ക് സെയിം കളർ തുണി തന്നെ തുണീൻ്റെ ഒരു പീസ് കൊണ്ടുപോയിട്ട് തന്നെ നൂല് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ സെയിം കളർ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള കുറച്ച് ഡാർക്കുള്ള കളറായിരിക്കണം വാങ്ങുന്നത്. കാരണം ലൈറ്റ് കളർ വാങ്ങിയാൽ തുണിയിൽ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ നല്ല വ്യത്യാസം കാണും. പക്ഷേ കുറച്ചൊരു ഡാർക്കായാൽ വലിയ പ്രശ്നം വരില്ല. അടിച്ച് കഴിയുമ്പോൾ ഏകദേശം സെയിം കളറായിട്ട് തന്നെ തോന്നും. നമ്മൾ ഇവിടെ അറ്റത്തേക്ക് എത്തി. ഇപ്പോൾ ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ നേരത്തെ ഇതും കൈയിൻ്റെ പീസ് പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് വലിച്ചിട്ടോ ഒരു പീസ് ലൂസായിട്ടോ ഒന്നും ആവാൻ പാടില്ല. 2 പീസും അത് 2 പീസാണല്ലോ ഉള്ളത്, ഇത് രണ്ടും ഒപ്പം വെച്ചിട്ടായിരിക്കണം അടിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ ഇതിന് 2 സ്റ്റിച്ച് വേണം. അപ്പോൾ തിരിച്ച് ഒരടി കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ 2 കാലും അടിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ 2 കാലും, അതായത് ഈ പാരലൽ പാൻസിൻ്റെ 2 കാലിൻ്റെയും സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ ക്രോച്ച് ലെങ്ത്ത് എടുത്തിട്ട് കേവ് ആക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അറ്റം വരെയാണ് നമ്മൾ അടിച്ചെത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഭാഗം ജോയിൻ ചെയ്യണം, അതായത് 2 കാലും തമ്മിൽ ഈ ഭാഗം ജോയിൻ ചെയ്യണം. ഇപ്പം ചിലരൊക്കെ ആദ്യം ഇത് ജോയിൻ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് കാല് ജോയിൻ ചെയ്യലുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ല ഫിനിഷിങ് കിട്ടൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. മറ്റത് ഈ ഭാഗത്തൊരു ചുളുങ്ങിയ പോലെ നിൽക്കും ഇതിൻ്റെ ഈ ജോയിൻ്റ് ഭാഗത്ത്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിങ്ങനെ നിവർത്തി വെക്കുക, അതായത് ഇപ്പോൾ ഈ കാല് ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം, കാലിൻ്റെ ഈ സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ഈ 2 പീസും തമ്മിൽ ഇങ്ങനെ ഈ കേവാക്കി നമ്മൾ കട്ട് ചെയ്തില്ല, ആ ഭാഗം ഇങ്ങനെ നിവർത്തി വെക്കുക. എന്നിട്ട് മറ്റതിൻ്റെതും അതുപോലെ നിവർത്താം. നിവർത്തിയതിന് ശേഷം നമ്മൾ ഈ 2 ജോയിൻറ്റും ഇങ്ങനെ ഒപ്പം വരുന്ന വിധത്തിൽ പിടിക്കുക. ഇതിപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു പിന്നാമറ്റം കുത്തി ഇവിടെ വെക്കുക. കാരണം നമുക്കിത് നീങ്ങിപ്പോകുന്ന സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഒരു പിന്ന് കുത്തി വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് 2 കാലിൻ്റെയും ഈ കേവ് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഒപ്പാക്കി വെച്ചത്. ഇനി ഇത് നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ചരട് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ അടിക്കുന്നത്. അത്ര ഭാഗം അടിക്കണ്ട, അവിടെ നിന്നായിരിക്കണം അടിക്കാൻ തുടങ്ങുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഈ ജോയിൻറ്റ് ഭാഗം ഒപ്പം നിൽക്കണമെന്ന്. അപ്പോൾ ഈ ഒപ്പം നിൽക്കുമ്പോൾ ഈ 2നും ഈ തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുമ്പ് ഇങ്ങോട്ടും ഒരു തുമ്പ് ഇങ്ങോട്ടും മടക്കുന്നത് നല്ലതാണ്. കാരണം അപ്പോൾ കുറച്ചുകൂടി അവിടെ ഇങ്ങനെ കട്ട പോലെ നിൽക്കാതെ 2 സൈഡിലുമായിട്ട് അത് നിൽക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തിയിലുണ്ടാവും.
ഇനി ഇപ്പം ഇത് നമ്മൾ ആദ്യം 3 ഇഞ്ച് വിട്ടിട്ട് തുടങ്ങി, പക്ഷേ ഇവിടെ അറ്റം വരെ തന്നെ അടിക്കണം. ഇത് തിരിച്ച് അതേപോലെ വീണ്ടും തുടങ്ങിയിടത്തേക്ക് തന്നെ അടിച്ചു പോവാം. പിന്നെ ഈ തുടങ്ങുന്ന ഇവിടെ നമ്മൾ ഒന്ന് ലോക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഇങ്ങോട്ടായി പോവാതെ ശ്രദ്ധിക്കണം. 3 ഇഞ്ച് വിട്ടിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ അതായത് ചെരിച്ച് കട്ട് ചെയ്തതും ഈ കേവ് കട്ട് ചെയ്തതൊക്കെ നമ്മളിങ്ങനെ വലിച്ചാൽ വലിയും. അപ്പോൾ ആ വലിഞ്ഞു പോകാതെ 2 പീസും ഒപ്പമായിട്ട് പിടിച്ചിട്ടായിരിക്കണം അടിക്കുന്നത്. കാരണം ഒന്ന് വലിഞ്ഞു പോയെങ്കിൽ നമ്മൾ അളവ് മാറും, എത്തുമ്പോഴത്തേക്ക് അത് പിന്നെ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് 2 പീസും ഒപ്പം പിടിച്ചിട്ട് തന്നെ അടിക്കാം. അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ ഒന്നുകൂടി പോവാം. ഇപ്പോൾ നമ്മളെ പാൻസ് രണ്ട് കാലും ജോയിൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒന്നിച്ചായി, പാൻസായി. ഇനിയിപ്പോൾ നമുക്ക് ഈ വിട്ട 3 ഇഞ്ചിൻ്റെ അരികും മടക്കി അടിക്കണം, പിന്നെ മീതെയുള്ള ഭാഗവും മടക്കി അടിക്കണം. അപ്പോൾ ആദ്യം ഈ വിട്ട 3 ഇഞ്ചിൻ്റെ അരികു മടക്കി അടിക്കുക. ഇത് എങ്ങനെ അടിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം അടിച്ചില്ലേ, അതായത് ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം അടിച്ച അതേ മെത്തേഡിലാണ് ഇത് അടിക്കേണ്ടത്. അതായത് നമ്മൾ ഈ വിട്ട ഇതിങ്ങനെ 2 സൈഡിലേക്കും ആക്കുക, ഈ വിട്ട 1/2 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഈ 1/2 ഇഞ്ച് കറക്റ്റ് ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി അകത്തേക്ക് മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ നിർത്താം. ഇങ്ങോട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരാം. പിന്നെ വീണ്ടും ഈ ഭാഗത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് അടിച്ചു പോവാം. അപ്പോൾ നമ്മൾ സ്ലിറ്റ് അടിച്ച പോലെ തന്നെയാണ് ഇതിൻ്റെ മെത്തേഡ് ഇത് അടിച്ചത്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോൾ സൂചി ഒന്ന് താഴ്ത്തി വെച്ച് അതിന് ശേഷം മറ്റേ ഫൂട്ടർ പൊക്കി പിന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് ഇവിടെ എത്തുമ്പോൾ വീണ്ടും സൂചി താഴ്ത്തി വെച്ച് അവിടെ വീണ്ടും ഫൂട്ടർ പൊക്കി പിന്നെ വീണ്ടും ഈ അറ്റത്തേക്ക് വന്നു. ഇനി നമുക്ക് ഈ ചരട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള 1.5 ഇഞ്ച് മടക്കി അടിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചാണ് വിട്ടത്. ആ 3 ഇഞ്ച് വിട്ടതുകൊണ്ട് കറക്റ്റ് പകുതി മടക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പകുതി മടക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് അളവ് മാറിപ്പോവും. അപ്പോൾ അതിന് നമ്മൾ ഒരു 3-4 സ്ഥലത്ത് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ മടക്കിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അകത്തേക്കും മടക്കുക. നമ്മളിപ്പോൾ കാലിൻ്റെ താഴെ ഭാഗം മടക്കിയില്ലേ, അതുപോലെ കറക്റ്റ് 1.5 മടക്കിയതിന് ശേഷം 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കുക. ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്തിട്ടായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു 3-4 സ്ഥലത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അടിക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമുക്ക് പാൻസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത് നമുക്ക് വള്ളിയിടാനുള്ള പിന്നെ നമ്മൾ മടക്കി അടിച്ച ഭാഗമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് എത്തുമ്പോൾ ഇതിനൊപ്പം പിടിച്ചിട്ടായിരിക്കണം ഈ ഇപ്പുറത്തെ സൈഡും കൂടി അടിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വള്ളി അടിക്കാനുള്ളതാണ് എൻ്റെ ചരട്. അപ്പോൾ ചരടടിക്കുന്നത് ഞാൻ മുമ്പ് ഒരു സ്റ്റിച്ചിങ് പഠിക്കാനുള്ള കുറേ ഇത് പറഞ്ഞല്ലോ, അതിൽ കാണിച്ചു തന്നിരുന്നു. എന്നാലും ഒന്നും കൂടി ജസ്റ്റ് പറയാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒറ്റ പീസ് തന്നെ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 2, 3, 4 എത്ര പീസായാലും കുഴപ്പമില്ല. അത് ജോയിൻ ചെയ്തെടുത്തിട്ട് ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ മടക്കി അടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞല്ലോ. അതായത് പിന്നെ ഈ അറ്റം ഒന്ന് മടക്കുക, അതിന് ശേഷം ഈ അറ്റവും മടക്കുക, ഇത് രണ്ടും വെച്ചിട്ട് ഒന്നും കൂടി മടക്കുക. ഇങ്ങനെയാണ് വള്ളി അടിക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് കൂടി ഈ അരികിലൂടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എത്ര പീസ് ഉണ്ടെങ്കിലും അത് തമ്മിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടായിരിക്കണം നീളത്തിൽ ഈ വള്ളി അടിക്കുന്നത്.
നമുക്കിപ്പോൾ വള്ളി അടിച്ച് കഴിഞ്ഞ് ഇനി ഒരു സേഫ്റ്റി പെൻ ഉപയോഗിച്ചിട്ട് ഇതിലൂടെ കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും പിന്നെ പാൻസ് വീഡിയോസ് ശരിക്കും ശ്രദ്ധിച്ച് പാൻസ് അടിച്ച് ഫീഡ്ബാക്ക് പിന്നെ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇതിൽ ഈ ചരടിന് പകരം എലാസ്റ്റിക് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുമായി ഉടനെ എത്താം.